തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, ഈശോ അതിസുന്ദരമായൊരു പ്രാർത്ഥന എപ്പോഴും ആവർത്തിച്ച് ചൊല്ലാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ പ്രാർത്ഥന? നമുക്കൊക്കെ പരിചയമുള്ള സ്വർഗസ്ഥനായ പിതാവേ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന. ഇന്ന് ഈ ശുശ്രൂഷയുടെ ആരംഭത്തിൽ നമ്മൾ ഒരുമിച്ച് വിശുദ്ധ മത്തായി സുവിശേഷകനോടൊപ്പം ആ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. സാധിക്കുന്നവർ വിശുദ്ധ ഗ്രന്ഥം തുറക്കുക, നമുക്കൊരുമിച്ച് വചനഭാഗം വായിച്ച് പ്രാർത്ഥിക്കാം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9 മുതലുള്ള വചനഭാഗം. സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേർഡ്സ് 9 ഓൺവേഡ്സ്. നമുക്കൊരുമിച്ച് വചനം വായിക്കാം. നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് മത്തായി സുവിശേഷകൻ പറഞ്ഞു വച്ചിരിക്കുന്നു, ദിവസവും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന എന്താണ്? പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കൃത്യമായി അതിൻ്റെ ഗ്രീക്ക് മൂലപദം വായിച്ചു വരുമ്പോൾ തിന്മയിൽ നിന്ന് എന്നുള്ളതിന് പകരം ദുഷ്ടനിൽ നിന്ന് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദുഷ്ടനിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആരിൽ നിന്ന്? സാത്താനിൽ നിന്ന്, പിശാചിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ദിവസവും നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട സുന്ദരമായ പ്രാർത്ഥനയാണ്: ദൈവമേ, ദുഷ്ടനിൽ നിന്ന്, പിശാചിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നമുക്കൊക്കെ ചെറുപ്പകാലം മുതൽ ദുഷ്ടനായ ഈ പിശാചിനെ കുറിച്ചൊക്കെ പലതരത്തിലുള്ള അറിവുകൾ വായിച്ചും കണ്ടും കേട്ടും നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് പലതര ബോധ്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. കുറേ അധികം മനുഷ്യർ പിശാച് ഉണ്ട് എന്ന് സമ്മതിക്കുകയും എല്ലായിടങ്ങളിലും പിശാചാണെന്ന് പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ വേറെ കുറേ അധികം ആളുകളുണ്ട്, പിശാചൊന്നും ഇല്ല, ഇതൊക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു പറ്റം മനുഷ്യരുമുണ്ട്. കത്തോലിക്ക സഭ ഈ വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ കൃത്യമായി പറയുന്നൊരു കാര്യം: ദൈവമക്കളെ, നിങ്ങൾക്ക് ഒരു ശത്രു ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ ദുരിതമൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വായിച്ച് പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദുഷ്ടനെക്കുറിച്ച്, പിശാചിനെക്കുറിച്ച്. ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. ഇതില്ലെങ്കിൽ നമുക്കൊക്കെ വഴിതെറ്റിപ്പോകാം. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഒരു ശത്രു ഉണ്ട്. അത് വിശുദ്ധ ഗ്രന്ഥം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നു. ആ ശത്രു സാത്താനാണ്. അത് യാഥാർത്ഥ്യമാണ്. അതില്ല എന്ന് പറഞ്ഞ് നടക്കരുത്. മറിച്ച് യെസ്, നമുക്കൊരു ശത്രു ഉണ്ട്, ഇത് നമ്മൾ അംഗീകരിക്കുക. വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിച്ചു വരുമ്പോൾ ഈ ശത്രുവായ സാത്താനെക്കുറിച്ച് പലതരത്തിൽ, രൂപത്തിൽ, ഭാവത്തിൽ എഴുതി ചേർത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? നമുക്കൊക്കെ ജീവിതത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അവബോധമുണ്ടാകുവാൻ. ഞാനിത് പറയുമ്പോൾ എനിക്കറിയാം, ഓരോ സംസ്കാരത്തോടും യോജിച്ച്, ഓരോ ജീവിത മേഖലകളോടും ബന്ധപ്പെട്ട് പലതരത്തിലുള്ള കഥകളും ഉപകഥകളുമൊക്കെ പിശാചിനെക്കുറിച്ചൊക്കെ ഉണ്ട്. അതാണ് നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഈ വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പ്രധാനമായും 4 തരത്തിലുള്ള പൈശാചിക ബാധകളെക്കുറിച്ച്,
പീഡകളെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ കാരണം, ഒരു പൈശാചിക പീഡയോട് ബന്ധപ്പെട്ട് കൃത്യമായിട്ട് അത് ഏത് തരത്തിലുള്ള പീഡയാണെന്ന് തിരിച്ചറിയാൻ ദൈവമക്കൾ ഒരുങ്ങിയിരിക്കണം. കാണുന്നതെല്ലാം ഇത് പൈശാചിക ശക്തിയാണ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാത്തിനെയും അത് പിശാച് എന്ന് പറഞ്ഞ് മാറ്റി നിർത്താനല്ല, മറിച്ച് ഓരോ വിഷയത്തെയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൃത്യം വ്യക്തമായി തിരിച്ചറിയുന്നത് നമുക്ക് ഗുണകരമാകും. പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ വരുന്ന അനേകം പേര് അവരുടെ കുടുംബത്തിലും വ്യക്തിജീവിതത്തിലുമൊക്കെ അനുഭവിക്കുന്ന പല സംഭവങ്ങളും ചേർത്ത് വച്ചിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ പറയും. ഈ വിഷയത്തിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. ഇതാ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ മുമ്പിൽ 4 തരത്തിലുള്ള പൈശാചികമായിട്ടുള്ള പീഡകളെക്കുറിച്ച് പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, പൈശാചികമായ ശക്തി ചില മനുഷ്യരിൽ അത് ആവസിക്കും എന്നുള്ളതാണ്. ചില വ്യക്തികളിൽ പിശാച് കുടിയേറും. ഇതാണ് ഒന്നാമത്തെ കാര്യം. സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ബുക്കിലൊക്കെ എഴുതി ഇത് പഠിക്കാവുന്നതാണ്. പിശാച് ചില വ്യക്തികളിൽ ആവസിക്കും. ഇതിന് ഉദാഹരണമായിട്ട് വായിച്ച് ധ്യാനിക്കാൻ പറ്റിയ വചനഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം. നമുക്കൊക്കെ പരിചയമുള്ള ലെഗിയോണിനെ കുറിച്ചാണ് പറഞ്ഞു വയ്ക്കുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം. ഒരു വ്യക്തിയിൽ പൈശാചികമായ ശക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിയിൽ എങ്ങനെയെല്ലാം അത് തെളിവാകുമെന്നുള്ളതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ് മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ആ വചനഭാഗം എടുത്ത് ഓരോന്ന് വായിച്ചു വരുമ്പോൾ നമുക്ക് ആ വ്യക്തിയിൽ എങ്ങനെയാണ് പിശാച് സ്വഭാവത്തിൽ ഇടപെട്ടതെന്ന് കൃത്യമായി വായിച്ചറിയാൻ സാധിക്കും. പൈശാചിക പീഡയുള്ള വ്യക്തിയുടെ സ്വഭാവത്തിൽ മുഴുവൻ വലിയ വ്യത്യാസങ്ങൾ കടന്നു വരും. പ്രത്യേകമായി ആ വ്യക്തിയിൽ അമാനുഷികമായിട്ടുള്ളൊരു ശക്തി കടന്നു വരും. അമാനുഷികമായ ശക്തി. സാധാരണ മനുഷ്യരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഈ അമാനുഷികമായ ശക്തി കൊണ്ട് ആ വ്യക്തി ചെയ്യും. ഉദാഹരണത്തിന്, ഈ അശുദ്ധാത്മാവ് ബാധിച്ച വ്യക്തിയെക്കുറിച്ച് വചനം പറയുന്നു. മർക്കോസ് വിശേഷം 5-ാം അധ്യായം 4-ാം തിരുവചനം. പലപ്പോഴും അവനെ കാൽ വിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽ വിലങ്ങുകൾ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അത്രത്തോളം അമാനുഷികമായ ശക്തിയായിരുന്നു. ചങ്ങലക്കിടാനായിട്ട് അവനെ പറ്റിയിരുന്നില്ല. അതെല്ലാം അവൻ തകർത്ത് കളഞ്ഞിരുന്നു. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്ന ഒന്നാമത്തെ ഒരു പൈശാചിക പീഡ എന്ന് പറയുന്നത്, ചില വ്യക്തികളിൽ പിശാച് ആ വ്യക്തികളിൽ ആവസിക്കും. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തോടും സംസ്കാരത്തോടും നിങ്ങളുടെ പശ്ചാത്തലത്തോടും ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ധ്യാനിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. കാണുന്ന എല്ലാ കാര്യങ്ങളും പിശാച് ബാധയാണെന്ന് പറയണ്ട. കാരണം ചില വ്യക്തികളെയൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് തെളിവാകുന്ന ഒരു കാര്യം, അനേകം വ്യക്തികളിൽ മാനസികമായ രോഗം കൊണ്ടും ഇത്തരത്തിലുള്ള ചില അസ്വസ്ഥതകൾ പ്രകടമാവാം. അവരുടെ മനസ്സിൻ്റെ താളം തെറ്റുമ്പോൾ സംഭവിക്കും. ഒട്ടുമുക്കാലും കേസുകൾ ഇപ്രകാരം മനസ്സിൻ്റെ താളം തെറ്റുന്നത് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം പൈശാചിക പീഡയാണ്, ആ വ്യക്തിയിൽ പിശാച് ബാധിച്ചിരിക്കുന്നു എന്ന് പറയരുത്. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓരോ സംസ്കാരത്തോടും ചേർന്ന് വ്യത്യസ്തമായ പൈശാചിക ശക്തിയെക്കുറിച്ചുള്ള കഥകളും ഉപകഥകളും വ്യത്യസ്തമാണ്. ഇപ്പം ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്ത് സൗത്ത് ഇന്ത്യയിലുള്ള കഥകളല്ല നോർത്ത് ഇന്ത്യയിലുള്ളത്. നോർത്ത് ഇന്ത്യയിലെ കഥകൾ വളരെ വ്യത്യസ്തങ്ങളാണ്. ഓരോ ഗ്രാമത്തോടും ചേർന്ന് പിശാചിനെക്കുറിച്ചുള്ള ചിന്തകളും അവരുടെ ധാരണകളും വളരെ വ്യത്യസ്തങ്ങളാണ്. നാളുകൾക്ക് മുമ്പ് ഒരു വ്യക്തി ആധികാരികമായിട്ടൊരു കൂട്ടായ്മ പഠിപ്പിക്കുന്നത് കേൾക്കാനിട വന്നു. പിശാചിനെക്കുറിച്ചാണ്.
അദ്ദേഹം പറയുന്നത് വൈകുന്നേരം 7 മണിയാകുമ്പോൾ ആദ്യം തന്നെ പിശാചുക്കളുടെ ഗണത്തിൽ തന്നെ, അതായത് അല്പം പാവത്വങ്ങളായിട്ടുള്ള പിശാചുക്കൾ പുറത്തിറങ്ങും, ഗന്ധർവന്മാർ. അതിനുശേഷം ഒരു 9 മണി കഴിയുമ്പോൾ, രാത്രി 9 മണിയായി കഴിയുമ്പോൾ അല്പം കൂടിയ പിശാചുക്കൾ പുറത്തു വരും. രാത്രി 12 മണിയാകുമ്പോൾ അല്പം കൂടെ മുതിർന്ന പിശാചുക്കൾ പുറത്തു വരും. എന്നിട്ട് ആ വ്യക്തി പറയുന്നത് ഇങ്ങനെയാണ്: രാവിലെ 3 മണിയാകുമ്പോൾ ഏറ്റവും രക്തദാഹികളായിട്ടുള്ള പിശാചുക്കൾ പുറത്തു വരും. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങളും മരണങ്ങളും നടക്കുന്നതെന്നൊക്കെ ആ വ്യക്തി ഒരു കൂട്ടായ്മയിൽ പ്രസംഗിക്കുകയാണ്. അതിൻ്റെ ആധികാരികത്വത്തെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത്, മറിച്ച് ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെയൊക്കെ കൂട്ടായ്മയിൽ പലരും പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടിട്ട് അത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, അതായത് ചില വ്യക്തികളിൽ പിശാച് കുടിയേറിയിരിക്കും, അവരുടെ ജീവിതത്തിൽ അവരെ ശക്തമായി സ്വാധീനിക്കും, അവരുടെ സ്വഭാവത്തെ മുഴുവൻ ഈ പൈശാചിക ശക്തി സ്വാധീനിക്കും. രണ്ടാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, പിശാച് വ്യക്തികളെ ശല്യപ്പെടുത്തും. ആദ്യത്തേത് ആ വ്യക്തിയുടെ സ്വഭാവത്തെ തന്നെ അത് ആവസിക്കും. രണ്ടാമത്തത് ഒരു വ്യക്തിയാവാം, ഒരു കുടുംബത്തെ ആവാം, പിശാച് ശല്യപ്പെടുത്തും. ഇത് മനസ്സിലാക്കാൻ വിശുദ്ധ ഗ്രന്ഥത്തിൽ പഴയ നിയമത്തിലെ ജോബിൻ്റെ പുസ്തകം വായിക്കുന്നത് നല്ലതാണ്. ജോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാം തിരുവചനത്തിൽ പറയുന്നു, കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. അത് കേട്ട് സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. പിന്നെ സംഭവിക്കുന്നത് മുഴുവൻ ജോബിനും ജോബിൻ്റെ കുടുംബത്തെ മുഴുവൻ ശല്യപ്പെടുത്തുകയാണ്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, അതായത് ആ വ്യക്തിയുടെ സുബോധം നഷ്ടപ്പെടുന്നില്ല, ബോധം നഷ്ടപ്പെടുന്നില്ല. ജോബിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ജോബിന് കൃത്യമായി വ്യക്തമായ ദൈവിക ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ആ വ്യക്തിയെ അസ്വസ്ഥപ്പെടുത്തുന്ന, ശല്യപ്പെടുത്തുന്ന പലതും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരുന്നു. ചില കുടുംബങ്ങൾ ഇങ്ങനെ സംഭവിക്കും. അടിക്കടി പീഡകൾ, സാമ്പത്തികമായ ദുഃഖങ്ങൾ, എപ്പോഴും ഒന്നിനു പിറകെ ഒന്നായി കഷ്ടപ്പാടുകൾ, ചില മരണങ്ങൾ, ചില പീഡകൾ. പ്രിയപ്പെട്ടവരെ, ജോബിന് സംഭവിച്ചതുപോലെ ഇപ്രകാരം വ്യക്തികളിലും കുടുംബങ്ങളിലും പിശാച് ശല്യപ്പെടുത്താൻ സാധ്യതയുണ്ട്. അതാണ് രണ്ടാമതായിട്ടുള്ള പൈശാചിക പീഡ. മൂന്നാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നത്, വ്യക്തികളിൽ രോഗബാധ പൈശാചികമായ പീഡ കൊണ്ട് സംഭവിക്കാം. രോഗം, അതിന് ഉദാഹരണമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് വായിച്ച് ധ്യാനിക്കാവുന്ന 2 സംഭവങ്ങളുണ്ട്. അതിലൊന്ന് ലൂക്കാസ് വിശേഷം 13-ാം അധ്യായം അതിൻ്റെ 10 മുതൽ വചനത്തിൽ നമ്മൾ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്ന രംഗമാണ്. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 13 വേഴ്സ് 10 ഓൺവേഴ്സ് വചനം പറയുന്നു, ഒരു സാബത്തിൽ അവൻ ഒരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു. 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിയായി പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. എത്ര വർഷം? 18 വർഷമായി കൂനിയായിപ്പോയി. എങ്ങനെയാണ്? ഒരാത്മാവ് ബാധിച്ചിട്ട്. ഇത് വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ പൈശാചികമായ ശക്തി ഒരു വ്യക്തിയെ രോഗിയാക്കി മാറ്റാം. ഈ വിഷയത്തോട് ചേർന്ന് വായിച്ചു ധ്യാനിക്കാവുന്ന മറ്റൊരു വചനഭാഗം മത്തായിയുടെ തന്നെ സുവിശേഷം 17-ാം അധ്യായം 14 മുതലുള്ള വചനമാണ്. സെന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 17 വേഴ്സ് 14 ഓൺവേഴ്സ്. അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, എൻ്റെ പുത്രനിൽ കനിയണമേ. അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു. പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു. അതായത് അപസ്മാര രോഗിയെക്കുറിച്ചാണ് പറയുന്നത്. അതിൻ്റെ വായിച്ചു പോകുമ്പോൾ 18-ാം വചനം, 17-ാം അധ്യായം 18-ാം വചനം പറയുന്നു, യേശു അവനെ ശാസിച്ചു, പിശാച് അവനെ വിട്ടുപോയി, തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു. യേശു ശാസിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവനിൽ നിന്ന് പൈശാചിക ശക്തി വിട്ടുപോയി, ആ കുട്ടി സുഖം പ്രാപിച്ചു.
പ്രിയപ്പെട്ടവരെ, ധ്യാന അവസരങ്ങളിലൊക്കെ തത്തുല്യമായ അനുഭവങ്ങൾ ഒരു പക്ഷെ നിങ്ങളൊക്കെ കണ്ടനുഭവിച്ചിട്ടുണ്ടാവും. അതായത് ബന്ധന പ്രാർത്ഥന ചെല്ലുമ്പോൾ, വലിയൊരു ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് രോഗസൗഖ്യം ലഭിക്കുക. ചില വ്യക്തികളുള്ള വർഷങ്ങളായിട്ടുള്ള പൈശാചികമായിട്ടുള്ള പീഡ മൂലമുള്ള രോഗങ്ങളൊക്കെ ഇപ്രകാരം പ്രത്യേകിച്ച് പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തന്നെ കാണപ്പെടുന്ന തരത്തിൽ വലിയ അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നു. ഇനി നാലാമതായിട്ട് പൈശാചിക ശക്തി മനസ്സിലാക്കേണ്ടത് അത് പ്രലോഭനങ്ങളിലൂടെയാണ്. ഞാൻ പ്രലോഭനങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യ ജീവിതത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രലോഭനങ്ങൾ അനുഭവിക്കുന്നവരാണ്, സാധാരണമായിട്ടുള്ളത്. എന്നാൽ അസാധാരണമായ ചില പ്രലോഭനങ്ങൾ ചില വ്യക്തികൾക്ക് വരാം. രക്ഷപ്പെടാൻ ആവാത്ത വണ്ണം അവരെ ഇങ്ങനെ വട്ടം പിടിക്കുന്ന ചില പ്രലോഭനങ്ങൾ. രക്ഷപ്പെടണമെന്ന് ഈ വ്യക്തിക്ക് ആഗ്രഹമുണ്ടാകാം, എന്നാൽ ആ വ്യക്തിയെ രക്ഷപ്പെടാനാവാത്ത വണ്ണം നശിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രലോഭനങ്ങൾ, അത് പൈശാചികമായിട്ടുള്ള പീഡയാണ്. ഞാൻ ഓർക്കുന്നത് ഒരു മദ്യപാനിയെക്കുറിച്ചാണ്. ഈ മദ്യപാനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. ഈ മദ്യപാനിയുടെ കുടുംബാംഗങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു, ഇദ്ദേഹത്തിനും പ്രാർത്ഥനയുണ്ട്. പക്ഷേ ഒരു വല്ലാത്ത പ്രലോഭനം എപ്പോഴും ഈ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. ഈ വ്യക്തിക്ക് ആഗ്രഹമില്ല, പക്ഷേ എങ്കിലും ഏതോ ഒരു സ്വാധീനം പോലെ എപ്പോഴും മദ്യപിക്കണം എന്നുള്ളൊരു ചിന്ത. ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. ഒരു വീട്ടമ്മ, ആ വീട്ടമ്മയുടെ, അത് അമ്മയാണ്, ആ അമ്മയുടെ മകൾ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. ഈ അമ്മയെക്കുറിച്ചുള്ള ഒരു ദുഃഖകരമായ കാര്യം, ഈ അമ്മ മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരു ചെറുപ്പക്കാരൻ്റെ കൂടെ ഒളിച്ചോടാൻ തയ്യാറായി നിൽക്കുന്ന വീട്ടമ്മയാണ്. കേട്ട് കഴിയുമ്പോഴത്തേക്ക് തമാശാണെന്ന് തോന്നും, എന്നാൽ അതാ കുടുംബത്തിൻ്റെ വലിയ ദുഃഖമാണ്. അതായത് കുടുംബനാഥയ്ക്ക് മറ്റൊരു ചെറുപ്പക്കാരനോട് അവിഹിത ബന്ധം. പലരും ഉപദേശിച്ചു നോക്കി, ഈ വീട്ടമ്മ ഇത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. ആ ചെറുപ്പക്കാരനുള്ള ബന്ധം പ്രായത്തിൽ തന്നേക്കാളും ഒത്തിരിയേറെ താഴ്ന്നു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ആ ചെറുപ്പക്കാരനോടുള്ള ബന്ധം ഈ സ്ത്രീക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. മകളുടെ കല്യാണം നടക്കാൻ പോകുന്നു, അതൊന്നും ഈ സ്ത്രീക്ക് വിഷയമല്ല. ഇതൊരു ശക്തമായ പ്രലോഭനമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 4 തരത്തിലുള്ള പൈശാചിക പീഡകളെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒന്നാമത്തത് വ്യക്തികളിൽ കുടിയിരിക്കും. അതിനുദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞു മർക്കോസ് വിശേഷം 5-ാം അധ്യായത്തിലുള്ള ലെഗിയോൺ. രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു ചില വ്യക്തികളെയും കുടുംബങ്ങളെയും പിശാച് ശല്യപ്പെടുത്തും, ഉദാഹരണം ജോബ്. മൂന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു ചില വ്യക്തികളെ, കൂട്ടായ്മയിലുള്ളവരെ പോലും രോഗികളാക്കി കഴിയും. അതിനുദാഹരണം അപസ്മാരത്തിന് പിടിപെട്ട രോഗി, അതോടൊപ്പം തന്നെ 18 വർഷമായി കൂനുണ്ടായിരുന്ന സ്ത്രീ. നാലാമതായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നു ചില ശക്തമായ പ്രലോഭനങ്ങൾ. അതിനോട് മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് ധ്യാനിക്കാൻ പറ്റിയത് ലൂക്കാസ് വിശേഷം 22-ാം അധ്യായത്തിൽ നമുക്കറിയാവുന്ന ഗെത്സമിൻ തോട്ടത്തിലെ സംഭവമാണ്. 22-ാം അധ്യായം അതിൻ്റെ 31 മുതലുള്ള വചനത്തിൽ നമ്മൾ വായിച്ചാൽ മതി. അത് ശിമയോനെ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ചു വന്നു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. അതായത് യേശു പറഞ്ഞു വയ്ക്കുന്നൊരു കാര്യമാണ്. അതായത് ശക്തമായിട്ടൊരു പ്രലോഭനം സാത്താൻ ഇതാ ഈ ശിമയോൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ചാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പ്രലോഭനത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ സാത്താൻ, പിശാച് ഈ ശിമയോൻ്റെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഒരു സ്വാധീനം കൊണ്ടുവന്നു. ഞാനിത് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഇപ്രകാരമുള്ള പൈശാചിക മേഖലകളെ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ മേഖലയിൽ വലിയ ഒരു ഡെലിവറൻസ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത്തരത്തിലുള്ള ഈ പൈശാചിക പീഡയെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ വളരെ സുപ്രധാനമായ ഒരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഇപ്രകാരമുള്ള ഈ പീഡകളിൽ നിന്ന് നമുക്ക് രക്ഷയുണ്ടോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം നമ്മുടെ ഉള്ളിലുള്ളവൻ
ലോകത്തിനുള്ളവനേക്കാൾ വലിയവനാണ് എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4 അധ്യായം 4 തിരുവചനം. നമ്മുടെ ഉള്ളിലുള്ളവൻ ആരാണ്? നമ്മുടെ ഉള്ളിലുള്ളവൻ, നമ്മുടെ ഉള്ളിലുള്ളവൻ യേശുവാണ്. ആ യേശു സാന്നിധ്യം ലോകത്തിലുള്ള പിശാചിൻ്റെ ശക്തിയേക്കാളും വലുതാണ്. അപ്പം അതുകൊണ്ട് ഈ കാര്യം നമ്മൾ ഈ വിഷയം പഠിക്കുമ്പോൾ കൃത്യം വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. പിശാചിനല്ല ശക്തി, മറിച്ച് ദൈവത്തിനാണ് ശക്തി. ദൈവ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ പിശാചിൻ്റെ ശക്തി ഒന്നുമില്ല. അങ്ങനെയെങ്കിൽ ദൈവത്തോട് ചേർന്നിരുന്നാൽ, നന്നായി പ്രാർത്ഥിച്ചാൽ ഏത് പൈശാചിക ശക്തിയെയും നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം വിശുദ്ധ പൗലോസ്ലീഹ പഠിപ്പിക്കുന്നു, 16 അധ്യായം 20 തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 16 വേഴ്സ് 20. സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളയും. സമാധാനത്തിൻ്റെ ദൈവം, ഇതൊരു വാഗ്ദാനമാണ്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലോ നിങ്ങളുടെ പരിചയക്കാരിലോ ആർക്കെങ്കിലുമൊക്കെ ഇപ്രകാരം ഏതെങ്കിലും ഒരു പൈശാചിക പീഡ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം? നന്നായി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ പിശാചിന് അവിടെ ആ വ്യക്തിയിലോ കുടുംബത്തിലോ നിൽക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് വചനം പറയുന്നത്, സമാധാനത്തിൻ്റെ ദൈവം പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും? ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തു കളയും. അതിനുള്ള അധികാരം എനിക്കും ദായി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും നൽകിയിട്ടുണ്ട്. നമുക്കൊക്കെ ഈ അധികാരം ലഭിച്ചിട്ടുണ്ട്. ലൂക്കാസ് വിശേഷം 10 അധ്യായം നമ്മൾ കൃത്യമായിട്ട് വായിക്കുന്നു. 10 അധ്യായം 17 മുതലുള്ള തിരുവചനം. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്നു പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. കണ്ടില്ലേ? പിശാചുക്കൾ കീഴ്പ്പെടുന്നു. എന്നിട്ട് വചനം പറയുന്നത് എന്താ? അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു. കൃത്യം. എന്നിട്ട് അടുത്തതായിട്ടൊരു വാഗ്ദാനമാണ്, ശ്രദ്ധിച്ചു പഠിച്ചോണം. ലൂക്കാസ് വിശേഷം 10 അധ്യായം 19 തിരുവചനം. ഇതാ, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഇതൊരു വ്യക്തിക്കല്ല, മറിച്ച് യേശുവിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ ലഭിച്ചിട്ടുള്ള വലിയൊരു അധികാരമാണിത്. ഇതിൻ്റെ മേലധികാരം, തിന്മയ്ക്കു മേലധികാരം. ഈ അധികാരം നമ്മൾ ഉപയോഗിക്കണം. ഇത് നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുന്ന കൃപയാണ്. അയ്യോ, എനിക്ക് കഴിവില്ലേ, ഒരു പൈശാചിക പീഡ, ഒരു അസ്വസ്ഥത, ഒരു പ്രലോഭനം, ഒരു ശല്യപ്പെടുത്തുന്ന അവസ്ഥ, അല്ലെങ്കിൽ പിശാച് ഒരു വ്യക്തിയിൽ ആവസിക്കുന്ന ഒരു പീഡ, ഇതൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അയ്യോ, ഇതിനെ ഒന്നും നേരിടാൻ എനിക്ക് കഴിവില്ലേ എന്ന് പറഞ്ഞല്ല നിൽക്കേണ്ടത്. മറിച്ച് ഈ തിന്മയ്ക്ക് മേൽ ആധിപത്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് ഉപയോഗിക്കണം. ലൂക്കാസ് വിശേഷം കൃത്യമായിട്ട് 9 അധ്യായം 1 തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 9 വേഴ്സ് 1. അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. സകല പിശാചുക്കളുടെ മേൽ, കുറച്ച് പിശാചുക്കളുടെ മേൽ എന്നല്ല, സകല പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കൃപ നമ്മൾ തിരിച്ചറിയണം. കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും പ്രാർത്ഥന ഉയർന്നാൽ പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. പ്രാർത്ഥന ഇല്ലെങ്കിൽ പിശാച് കയറി ഇടപെടും. അപ്പം അതുകൊണ്ട് എന്തു ചെയ്യണം? ഒരു പൈശാചിക പീഡ നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥന ആരംഭിക്കട്ടെ. കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, പിശാച് കയറും, പിശാച് പ്രവർത്തിക്കും. അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന നിർബന്ധമായും. അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ ഒരു പീഡകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കത്തോലിക്ക തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന വ്യത്യസ്ത പ്രാർത്ഥനാ രീതികളുണ്ട്. ആ പ്രാർത്ഥനാ രീതികളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അനുഷ്ഠിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. വീട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കും. അതിന് അധികാരപ്പെട്ട വൈദികരെ, ദൈവ ശുശ്രൂഷകരെ കൊണ്ടുവന്ന് കുടുംബത്തെ ഒന്ന് വെഞ്ചരിപ്പിക്കുക അത്ഭുതകരമായ ദൈവീക കാര്യമല്ലേ?
നമ്മുടെ കുടുംബത്തിൽ ഇനിയിപ്പോൾ വൈദികരെയൊന്നും വിളിക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും? കുടുംബത്തിലുള്ളവർ തന്നെ ആ കുടുംബത്തിൽ വ്യത്യസ്ത പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്ഭുതം സംഭവിക്കും. പ്രാർത്ഥന ഉയരുന്നിടത്ത് ഒരു കാരണവശാലും പിശാചിന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പിശാചിനെ ഭയപ്പെടരുത്. നമ്മൾ ദൈവമക്കളാണ്. ദൈവമക്കളുടെ അധികാരവും അവകാശവും ഉപയോഗിക്കുക. നിങ്ങൾ ഏത് ജീവിത അന്തസ്സിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഈ അഭിഷേകം ഉപയോഗിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് സ്ഥലത്തിരുന്നു കൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതെങ്കിലും ഒരു കാര്യം വിശ്വസിക്കുക, ഒരു പൈശാചിക ശക്തിയുടെ മേലും ഒരു തിന്മയുടെ മേലും ഞാൻ കീഴ്പ്പെടുകയില്ല. മറിച്ച് അതിനെ എതിരിടുവാൻ, അതിനെ കീഴ്പ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കൃപ എൻ്റെ മേലുണ്ട്. ഈ വിശ്വാസവും ശക്തിയും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കട്ടെ. മത്തായി സുവിശേഷകൻ നമ്മളെ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ള സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചെല്ലുമ്പോൾ ധൈര്യപൂർവ്വം ആഗ്രഹിച്ച് ആവേശത്തോടെ തന്നെ ചൊല്ലി പ്രാർത്ഥിക്കണം. പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും, അതായത് ദുഷ്ടനിൽ നിന്നും ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ. അതിനുള്ള അഭിഷേകവും കൃപയും സർവശക്തനായ ദൈവം നമുക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.